അവസരങ്ങൾ മുതലെടുക്കുന്ന ഒരു കലയാണ് തിരഞ്ഞെടുപ്പ്. പലപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഉണ്ടാകുന്ന ഓരോ സംഭവങ്ങളും അത് സാധാരണ മരണമാകട്ടെ, കൊലപാതകമാകട്ടെ, ആത്മഹത്യയാകട്ടെ, അതൊക്കെ എങ്ങനെ തങ്ങളുടെ തിരഞ്ഞെടുപ്പിന് പ്രയോജനപ്പെടുത്താമെന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള ഈ മുതലെടുപ്പുകളെ വളരെ അതിര് കടന്ന് വളരെ മനുഷ്യത്വരഹിതമായ രീതിയിലേക്ക് പോകാറുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂരിലുണ്ടായ അനന്തു എന്ന 10ാം ക്ലാസ്സുകാരൻ്റെ മരണം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വേദനിപ്പിച്ച സംഭവമാണ്. നിലമ്പൂരിലെ ജനങ്ങളെ മുഴുവൻ അങ്ങേയറ്റം ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. പക്ഷേ ആ സംഭവമുണ്ടായ ഉടനെ തന്നെ അത് എങ്ങനെ രാഷ്ട്രീയമായി മുതലെടുക്കാം എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത്. വനം വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രൻ തന്നെ അന്ന് ആ മരണവിവരം അറിഞ്ഞിട്ട് ഉടനെ പ്രതികരിച്ചത് ഈ മരണം കോൺഗ്രസ്സുകാർ ഒരുക്കിയതാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നീലപ്പെട്ടിയുമായി വന്ന് അതൊരു രാഷ്ട്രീയ തന്ത്രം, ഒരു ആയുധമാക്കാൻ ശ്രമിച്ചോ, അതുപോലെ തന്നെ ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് ഈ മന്ത്രി നടത്തിയതെന്നും അതുകൊണ്ട് മന്ത്രി മാപ്പ് പറയണമെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം കാണിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പല തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് പോലെ ഈ അവസരത്തെ, ഈ മരണത്തെ ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ജനങ്ങൾ സ്വാധീനിക്കുന്നു, എത്രമാത്രം ജനങ്ങളെ ഉൾക്കൊള്ളുന്നു, എത്രമാത്രം ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ വളരെ ഹീനമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത് പൊതുവെ വളരെയേറെ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്.